എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിതിന് മുൻപ് 2 ടൈപ്പിലുള്ള സാമ്പാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പാർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്ക് സാമ്പാർ പൊടിയൊന്നും വേണ്ട, വീട്ടിലുള്ള പൊടികൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെ അതുപോലെ തന്നെ സദ്യയ്ക്കും ഒക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇന്നലെ നമ്മളൊരു ഇൻട്രോ ഇട്ടിട്ട് ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്കും ഒരുപാട് സപ്പോർട്ട് തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തൊമര വേണം. തൊമര എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള തൊമരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൊമര എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള 2 സാമ്പാറിൽ നമ്മൾ കട്ടി കുറഞ്ഞ തൊമരയാണ് എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മളൊരു 1/4 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പായസമൊക്കെ വെക്കുന്ന ആ ഒരു പരിപ്പാണ്. വെള്ളക്കടലയുടെ ചെറുതാണ് ഈ ഒരു കടലപ്പരിപ്പ്. ചന ദാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു സാമ്പാറിന് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴിയുന്നതിന് ശേഷം നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രഷർ കുക്കറിലേക്ക് ഇനി ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കുമ്പോൾ നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഒരു കടലപ്പരിപ്പ് നമ്മൾ വെന്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് കുറുകിയാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3.5 കപ്പ് വെള്ളം വരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കടലപ്പരിപ്പും തുവരയും കൂടെ വെന്ത് വരുമ്പോൾ ഒരുപാട് അത് പുറത്തേക്ക് ചീറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും നാടൻ കറികൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരിക്കലും സൺഫ്ലവറോ മറ്റോ ഓയിലോ ഒന്നും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എടുക്കരുത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 3 വിസിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം 3 വിസിൽ വേണം ഈ ഒരു കടലപ്പരിപ്പും തൊമരയും ഒക്കെ ഒന്ന് ഒരു 1/4 പരുവം വേവായി വരാനായിട്ട്. അപ്പോൾ തൊമര അത്യാവശ്യം പെട്ടെന്ന് വേവും, പക്ഷേ ഈ ഒരു കടലപ്പരിപ്പ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരുപാട് വേവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കുതിർത്തിട്ടും ഈ ഒരു കടലപ്പരിപ്പ് വേവിച്ചെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറികൾ, ഒരുപാടൊന്നും ഇല്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 ഉരുളക്കിഴങ്ങ്, അതുപോലെ കുറച്ച് മത്തങ്ങ, പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ്, ഇത്രയും കൂടെ അരിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഇട്ടിട്ട് വീണ്ടും 1 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കുക. ഒറ്റ വിസിൽ മതി. അതിൽ ആ ഒരു ഉരുളക്കിഴങ്ങും മത്തങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറികളാണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം സാമ്പാറിൽ ഇടുന്നത്. അപ്പോൾ ഈ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുക് വറുത്ത് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. അതിന് മുൻപായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയ്ക്കായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ മുരിങ്ങയ്ക്ക കുക്കറിലിട്ട് വിസിലടിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മുരിങ്ങയ്ക്ക വെന്തിട്ട് നാര് മാത്രമായിട്ട് കിടക്കും. അപ്പോൾ അത് സാമ്പാറിലൊരു രസമില്ല നമ്മളങ്ങനെ മുരിങ്ങയ്ക്ക കിടക്കുമ്പോൾ. ഇതുപോലെ ഇങ്ങനെ കിടക്കുമ്പോഴാണ് രസം. ഇനി ഒരു അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാനൊരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സാമ്പാർ എടുക്കുന്നത്. കുറച്ച് കടുക് ഒന്നിട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഈ ഒരു സാമ്പാറിന് കിട്ടും. ഇനി നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ. സവാള ചേർക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് കൂടാതെ ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക് കൂടി വേണം. ഇവിടെ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയത് കാരണം ഞാനതുകൊണ്ട് കുറച്ച് വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയൊക്കെ ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാർ പൊടിയല്ല, അല്ലാത്ത പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ്, ഒരു 2.25 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാടങ്ങ് ഇളക്കി അങ്ങ് മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 പൊടികൾ കൂടെ ചേർക്കാൻ ബാക്കിയുണ്ട്.
അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ചേർത്തു, മുളക് പൊടി മല്ലിപ്പൊടി ഇപ്പോൾ ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കുറവ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായം ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ കായത്തിൻ്റെ ആ ഒരു മണം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവസാനം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു തക്കാളിക്ക് അധികം പുളിയില്ല. അപ്പോൾ നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു പുളി അരിയില്ലാതെ നമ്മളിതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ ഇതുപോലെ പൊടികൾ വറുത്തിട്ട് ചെയ്യണമെന്ന് ഒന്നുമില്ല. വറക്കാതെ ചെയ്താലും അടിപൊളിയായിട്ടുള്ള സാമ്പാറുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള 2 സാമ്പാർ വെറൈറ്റി സാമ്പാറുകളാണ്. അപ്പോൾ അത് നിങ്ങളിതുവരെ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കൂട്ടിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മസാല അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടലപ്പരിപ്പ് ഈ ഒരു സാമ്പാറിൽ ചേർത്തിരിക്കുന്ന കാരണം ഇത് കുറച്ച് കഴിയുമ്പം നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ വേണോ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. പക്ഷേ നമ്മൾ മലയാളികൾ സാമ്പാറിൽ മല്ലിയില അങ്ങനെ ഇടാറില്ല. പക്ഷേ നിങ്ങൾ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാമ്പാർ ഇരിക്കും തോറും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നമ്മൾ സദ്യയിൽ കല്യാണങ്ങൾക്കൊക്കെ നമ്മുടെ സൈഡിലോട്ട് ആലപ്പുഴ സൈഡിലോട്ട് കിട്ടുന്ന ആ ഒരു സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ അടുത്ത ദിവസം ഒരു അടിപൊളിയായിട്ടുള്ളൊരു മസാല ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കാണാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്